ജയൻ ചേട്ടാ നമസ്കാരം. 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 വളരെ പരിചിതമായ മുഖം. അതെ, എനിക്ക് ചിലപ്പോഴൊക്കെ ജയൻ ചേട്ടനെ കാണുമ്പോൾ ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ജയൻ ചേട്ടൻ ഈ നമ്മുടെ ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് എന്നൊക്കെ പറയുന്ന സിനിമയുടെ സമയത്തുള്ള ഇടവേള ബാബു ചേട്ടനില്ലേ, ആ ഇടവേള ബാബു ചേട്ടനൊരു ചായയാണ് പലപ്പോഴും ജയൻ ചേട്ടന്, അല്ലേ? ശരിയാണ്. അതായത് എവിടെയോ നമ്മൾ കണ്ടുമറന്ന മുഖം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇങ്ങനെ തോന്നുന്നതാണ്. പിന്നെ ജയൻ ചേട്ടൻ ഒരു നിത്യയുവാവാണ് ബാബു ചേട്ടനെ പോലെ തന്നെ. ജയൻ ചേട്ടനെ കാണുന്ന കാലം തൊട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ജയൻ ചേട്ടൻ. വളരെ സീനിയർ ആയിട്ടുള്ള, ഞങ്ങള് കലാഭവൻ ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ കേൾക്കുമ്പോൾ ചാലക്കുടി ജയൻ എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും എല്ലാം. മണിച്ചേട്ടന്റെ ഒപ്പം ആണ്. സമകാലീനരല്ലേ നിങ്ങൾ? ഒരുമിച്ചാണ് തുടങ്ങിയത് ഞങ്ങളൊക്കെ. നിങ്ങൾ ഒന്നിച്ചു തുടങ്ങിയതാണ് ഷോയില്. ഒരുപാട് കാസറ്റുകൾ, ടെലിവിഷൻ പരിപാടികൾ, അതിലെല്ലാം വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് ജയൻ ചേട്ടൻ. ജയൻ ചേട്ടൻ മിമിക്രിയിൽ ഒരു ഒറ്റയാനാണ്. ഒറ്റക്കുള്ള പരിപാടികൾ, വൺമാൻ ഷോകളുടെ ഒക്കെ ഒരു ഗവേഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കുന്ന ഒരാളാണ് ജയൻ ചേട്ടൻ എന്ന് പറയുന്നത്. ജയൻ ചേട്ടൻ എത്ര വർഷമായി വന്നിട്ട്? ഞാൻ ഇപ്പൊ പ്രൊഫഷണൽ 30 വർഷമായി. 89 ഹരിശ്രീയിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ദിലീപ് സിനിമയുടെ ആയിട്ട് വർക്കിന് പോയില്ല. അപ്പൊ അന്ന് നടന്മാരെ ചെയ്യാനായിട്ട് വിളിച്ചാണ്. ദിലീപേട്ടൻ സിനിമയുടെ അസിസ്റ്റന്റ് പോണ സമയത്ത് 89 ഹരിശ്രീൽ ആദ്യമായിട്ട് വരുന്നത്. അത് നമ്മുടെ സ്റ്റേജിൽ നമ്മള് നിർത്തിയപ്പോ പരിചയപ്പെടുത്തില്ല. എന്നെ ഫറീസേട്ടനാണ് പരിചയപ്പെടുന്നത്. അപ്പൊ കോരി തിരിച്ചു പോയ സന്ദർഭമുണ്ട്. ഹരിശ്രീയുടെ കലാകാരന്മാരെ പരിചയപ്പെടുത്തിയാണ് ഹരിശ്രീ അശോകൻ, ജയൻ ചാലക്കുടി നമ്മൾ പറയുമ്പോഴേ കോരി തിരിച്ചു പോയൊരു സമയം. അതെ, NF-ഏട്ടന്റെ ഒരു പറച്ചിലില് വലിയ സന്തോഷമാണ്. മണിച്ചേട്ടനുമായിട്ട് എത്ര വർഷം ഒന്നിച്ചുണ്ടായിരുന്നു? 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് പരിപാടി കളിച്ചു. കലാഭവനില് ആ സമയത്ത് പരിപാടി ഉണ്ടായിരുന്നു അല്ലെ? കലാഭവനിൽ 5 വർഷം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പല സ്റ്റേജുകളായിട്ട് പോയി. ചാലക്കുടി ജയനും ചാലക്കുടി മണിയും കൂടി സൈക്കിള്, ബസ്, ഓട്ടോറിക്ഷ നടന്നു പോയിട്ടുണ്ട്. അന്നൊക്കെ മിമിക്രിയിൽ എന്തായിരുന്നു നിങ്ങളുടെ കോമ്പിനേഷൻ ഐറ്റംസ് ഏറ്റവും ഉണ്ടായിരുന്നു? അതില് മണിയുടെ നാടൻ പാട്ട് അന്നുണ്ടല്ലോ. മണിയൊന്നും പാടാൻ താരപ്പങ്കൂന്താരോ താരപ്പങ്കൂന്താരോ താരപ്പോൻ താരപ്പൻ താരെ താരപ്പങ്കൂന്താരോ താരപ്പോൻ താരപ്പൻ താരെ താരപ്പങ്കൂന്താരോ. അതാണ് പുള്ളിയുടെ പാട്ടുണ്ട്. പിന്നെ അവസാനം പുള്ളിയൊരു പാട്ട് പാടാറുണ്ട്. എല്ലാ മിമിക്സിനും അവസാനം ഒന്ന് പാടാറുണ്ട്. കോരമമ്മി കൊയിലൂതണ് ചങ്കരമാമി താളടിക്കണ്, അത് കണ്ട് തമ്പ്രോ കാള് കഴിക്കണ നെയ്യം നെയ്യപ്പന്താര. കോരമമ്മി കൊയിലൂതണ് ചങ്കരമാമി താളടിക്കണ്, അത് കണ്ട് തമ്പ്രോ കാള് കഴിക്കണ നെയ്യം നെയ്യപ്പന്താര ദയ്യപ്പന്താര ദയ്യപ്പന്താര ദയ്യപ്പന്താര. അപ്പോഴേക്കും അവിടെ ചുറ്റുവട്ടത്തും എല്ലാ ഇലകളൊക്കെ പറിച്ച ആൾ ഇവിടെ വട്ടത്തിൽ കെട്ടിണ്ടാവും ആ സമയത്ത്. അവിടെ ആ ഇല കെട്ടിയിട്ട് വരുന്ന പരിപാടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, മണിച്ചന്റെ പരിപാടികളിലൊക്കെ അല്ലെ? നിങ്ങൾ രണ്ടുപേര് മാത്രമായിട്ടുള്ള ഷോ? 2 പേര് കളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കലാഭവനിൽ വന്നു. പിന്നെ ഞങ്ങൾ പിന്നെയും മാട്ട കളിക്കാൻ പോയിട്ടുണ്ട്. മാട്ട കളിക്കാന്ന് പറഞ്ഞാൽ കലാഭവൻ അറിയാണ്ട് അവിടെ ആ ട്രൂപ്പിലുള്ള ആളുകൾ കലാഭവൻ താരങ്ങൾ അവതരിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കാശ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കലാഭവൻ അറിയാതെ ഒരു ചെറിയ വ്യാജ സീഡി അടിക്കും നമ്മൾ തന്നെ അല്ലേ? കാരണം ഒരു ട്രൂപ്പിൽ നമ്മളെല്ലാം കൂടെ റിഹേഴ്സൽ ചെയ്തിട്ട് ഒരു ട്രൂപ്പിന്റെ പൈസ മേടിച്ചിട്ട് സ്കിറ്റുകൾ എഴുതി ഉണ്ടാക്കി, ട്രൂപ്പിന്റെ പൈസ മേടിച്ച് നമ്മൾ 1 മാസം താമസിച്ച് ട്രൂപ്പിന്റെ പൈസ മേടിച്ച് റിഹേഴ്സൽ ചെയ്ത് നമ്മൾ ട്രൂപ്പിന്റെ ഒരു ഷോ ഉണ്ടാവും. ഈ ട്രൂപ്പിന്റെ ഷോയ്ക്ക് അന്നൊരു 15,000 രൂപ 20,000 രൂപ ഉണ്ടെങ്കിൽ ഈ ട്രൂപ്പിൽ ഈ ഷോ കളിക്കുന്ന പ്രധാനപ്പെട്ട 5 പേരുണ്ടല്ലോ, 5 പേര് 2 രൂപ 10 രൂപ മേടിച്ചിട്ട് അവര് തന്നെ സൗണ്ട് ലൈറ്റും ഒക്കെ തരുന്ന പരിപാടികളിൽ പോയി ഈ ഐറ്റം കളിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു ചെറിയ കച്ചവടം ഉണ്ട്. അതിന്റെ പേരാണ് മാട്ട കളിക്കുക. അതെ. ജയൻ ചേട്ടാ സ്റ്റേജിൽ എന്തൊക്കെയായിരുന്നു ജയൻ ചേട്ടാ ഏറ്റവും പ്രശ്നത്തോട്ട് ചെയ്തോണ്ട്? മോർഫിംഗിൽ കുറച്ച് അന്ന് ചെയ്തിരുന്നു. അതെ, എന്നാ 1-2 ഐറ്റങ്ങൾ കാണിച്ചു വളരെ സന്തോഷമായിരുന്നു. നരേന്ദ്രപ്രസാദ് യമഹ ബൈക്കായി മാറുന്നു. അത് മണി എന്നോട് പറഞ്ഞൊരു ഐറ്റാണ്. അതങ്ങനെ ചെയ്താൽ നന്നായിരിക്കും പറഞ്ഞു. എനിക്കറിയാം നാടിനീലെ സംബന്ധം ഞാൻ പറക്കും റോബർട്ട് പൂജ്യം എല്ലാം ദൈവം നിശ്ചയം മണ്ഡലം പണിക്കരേ. പിന്നെ മലയാളത്തിലെ ഹാസ്യ സമ്രാട്ട് മാളച്ചേട്ടനാണ് പഴയ കാലങ്ങളിൽ അവതരിപ്പിക്കാറുള്ള താരം. അദ്ദേഹത്തിന് വളരെ മന്ത്രവാദിയായിട്ടുള്ള വരുന്നൊരു പടം ഉണ്ടല്ലോ. കൂടുതൽ ചെയ്യും കൊടുതേ കൊടിത്തലൈ കൊടുതേ ചതുർപടി തന്നെ വയ്ക്കുക. EK നായനാരുടെ വോയിസിലേക്ക് പഴയ നാട് മലയാളത്തിലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയും വളരെ ജനകീയനായിട്ടുള്ള EK നായനാർ. യുവജനങ്ങളെ സംബന്ധിച്ചു തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന യുവജന പ്രസ്ഥാനങ്ങളെ വേണ്ടവണ്ണം ഉയർത്തുകയാണ് മുഖ്യ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് മറ്റേ പാർട്ടിയാ, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. കമലഹാസന്റെ ശബ്ദമൊക്കെ ഗംഭീരമായിരുന്നു. മണിച്ചേട്ടന്റെ സുഹൃത്തും ചാലക്കുടിക്കാരനും ആയതുകൊണ്ട് ഒരു നാടൻ പാട്ട് കേൾക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? തീർച്ചയായിട്ടും. എന്തായാലും പാടാം. എന്തായാലും ഈ ഫ്ലോറിൽ വന്നിരാൻ കഴിഞ്ഞ വളരെ സന്തോഷം. ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന ഒരു ആദ്യത്തെ ഒരു അംഗീകാരം കൂടിയാണ് അവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നാടൻ പാട്ടിലേക്ക് ഇന്ന് കിടക്കുകയാണ്.
ആടാട് പരുന്താടാട് മാനത്തെ ചെമ്പരുന്താടാട് ആടാട് പരുന്താടാട് മാനത്തെ ചെമ്പരുന്താടാട് മാനം മുട്ടി പറക്കും പരുന്തേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നീ മാനം മുട്ടി പറക്കും പരുന്തേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നീ ആടാട് പരുന്താടാട് മാനത്തെ ചെമ്പരുന്താടാട് ആടാട് പരുന്താടാട് മാനത്തെ ചെമ്പരുന്താടാട് മാനം മുട്ടി പറക്കും പരുന്തേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നീ മാനം മുട്ടി പറക്കും പരുന്തേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നീ കൊച്ചി കണ്ടു കാടപ്പുറം കണ്ട് കോട്ടപ്പുറത്തുള്ള ചന്ത കണ്ട് കൊച്ചി കണ്ടു കാടപ്പുറം കണ്ട് കോട്ടപ്പുറത്തുള്ള ചന്ത കണ്ട് ആടാട് പരുന്താടാട് മാനത്തെ ചെമ്പരുന്താടാട് 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 ആടാട് പരുന്താടാട് മാനത്തെ ചെമ്പരുന്താടാട്